അതില്ലാന്തൊരു സ്നേഹമൊക്കെ. Yes, I got it. അല്ല, ആഘോഷം തുടങ്ങിയതേ ഉള്ളൂ. നീ ഫ്രണ്ട്സിനെ വിളിക്കണ, വീട്ടുകാരെ നമുക്ക് പാട്ടൊക്കെ വേണം. അതൊക്കെ പിന്നെ ഇപ്പൊ 1 മിനിറ്റിനുള്ള റീലിനുള്ള ആയിട്ടുണ്ട്, അത് മതി. ഇനി എഡിറ്റ് ചെയ്തെല്ലാം റെഡിയാക്കണം. ഇതെന്തിനാ റീലൊക്കെ വെക്കുന്നേ? നമുക്ക് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പറയണ്ടായോ? ഓ, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. എനിക്കാണെങ്കിലേ വീഡിയോ ഇച്ചിരി ഡൗണാ, ഒന്ന് പോസ്റ്റ് ചെയ്യണമെങ്കിലേ ഇതൊക്കെ പറ്റത്തുള്ളൂ. നമുക്ക് ലിങ്ക് അയച്ചു കൊടുക്കാം, അപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റും. നമുക്ക് സബ്സ്ക്രൈബറും കയറും, വ്യൂസും കയറും. എങ്ങനെയുണ്ട്? അയ്യോ, ഇതൊക്കെ അപ്പ തന്നെ ഗ്യാസാ. അപ്പൊ നമ്മുടെ കുഞ്ഞ് എനിക്കിവിടെ റീൽ ഉണ്ടാക്കാൻ സമയമില്ല. അപ്പോഴേ അവിടെ ഒരു ഗർഭം. പിന്നീട് ഗർഭമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ലയോ? എന്റെ പൊന്നു മനുഷ്യ, ഈ ഗർഭം എന്ന് പറയുന്നത് എന്റെ ഫസ്റ്റ് കണ്ടന്റ്. അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഒരു പേപ്പറും വെച്ചോണ്ട് നമ്മുടെ വണ്ടിക്കകത്തിരുന്നോണ്ട് അടുത്ത കണ്ടന്റ് ഇറക്കും. ഗർഭം അലസിപ്പോയെന്ന്, അത് നമ്മുടെ 2ാമത്തെ കണ്ടന്റ്. ഗർഭം ഇത് കരച്ചിൽ. ഈ ഒരു രീതിയിൽ നമുക്ക് 6 മാസം നല്ല വെച്ചടി കയറ്റമായിരിക്കും. അതിനുശേഷം അടുത്ത ഗർഭത്തിന്റെ വീഡിയോ. കാണു മനുഷ്യ, ചാരതലയുടെ ബ്ലോഗ്. അവരമ്മ എന്തോ സ്നേഹമാണെന്നറിയാം. കണ്ടുപിടിക്ക്. കണ്ടോ, അവളെ എടുത്ത് പൊക്കി കറക്കുന്നുണ്ടോ? കണ്ടുപിടി. ഇരിക്കുവാ അമ്പട ഞാനേന്ന് പറഞ്ഞ്. ഗർഭിണിയായിട്ട് നിന്നെ പിടിച്ച് ഞാൻ പൊക്കാനോ? ഇതൊക്കെയാ സ്നേഹം. കണ്ടുപിടിക്കണം നിങ്ങൾ. ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് എൻ്റെ അച്ഛൻ അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുവാണ്. എൻ്റെ അച്ഛന് കൂട്ടിരിക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അച്ഛൻ്റെ അടുത്തോട്ട് പോവാം. അപ്പം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഡോക്ടറിനെയൊക്കെ കണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത് എൻ്റെ അച്ഛന് 10 ബ്ലോക്ക് ഉണ്ടെന്നാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോലും 10 ബ്ലോക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എൻ്റെ അച്ഛന് സോ സാഡ്. പിന്നെ എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എല്ലാവരും ബ്ലോക്ക് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതെല്ലാം നമുക്ക് അൺബ്ലോക്ക് ആക്കി എടുക്കണം. എൻ്റെ അച്ഛനെ എനിക്ക് രക്ഷപ്പെടുത്തണം. അച്ഛൻ എല്ലാം ശരിയാവും. അച്ഛന് ഫുഡ് കഴിക്കാൻ സമയമാണ്. ഞാനപ്പോൾ സ്വിഗ്ഗിയിൽ ഒരു മട്ടൻ ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛന് വേണ്ടിയിട്ട്. അപ്പം മട്ടൻ ബിരിയാണി എനിക്കുള്ളായിരുന്നു, അത് ഞാൻ കഴിച്ച്. ചിക്കൻ ബിരിയാണി കൊണ്ട് കൊടുത്തപ്പോൾ അച്ഛനും വേണ്ടെന്ന് പറഞ്ഞ് അതും കൂടെ ഞാൻ കഴിച്ചു. ഡോക്ടർ പറഞ്ഞത് അച്ഛന് ഭയങ്കര സീരിയസ് ആണെന്നാണ്. ഇനി എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്ന പോലെ എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഗിവ് അവേ ഇവിടെ കണ്ടക്ട് ചെയ്യാം. എൻ്റെ അച്ഛൻ എത്ര ദിവസത്തിനുള്ളിൽ മരിക്കുന്നതെന്ന് നോക്കാം. അത് കറക്റ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആര് ഗസ് ചെയ്യുന്നോ അവർക്ക് നൈക്കിൻ്റെ ഒറിജിനൽ ഒരു ഷൂ ഞാൻ ഗിവ് അവേ ആയിട്ട് അങ്ങ് തരും. അതിന് വേണ്ടിയിട്ട് എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എൻ്റെ അച്ഛൻ എത്ര ദിവസത്തിനുള്ളിൽ മരിക്കുന്നത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. ഉണ്ടാക്കിയ സമയത്ത് നല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു. സാർ, അയ്യോ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അയ്യോ, ഇത് സാർ ഓർഡർ ചെയ്തതല്ല, ഒരു ഗിഫ്റ്റാണ്. ഇവിടുന്നോ? ഇവിടുന്നല്ല, സാറിന് വേണ്ടപ്പെട്ട ഒരാൾ തന്നതാ. എവിടുന്ന്? നാട്ടിൽ നിന്നോ? അതെ സാർ, നാട്ടിൽ നിന്ന് തന്നെ. അപ്പൊ ഇത് രമണി തന്നെയായിരിക്കും. രമണി അല്ല സാറേ. എന്നാ പിന്നെ സുശീലയായിരിക്കും. സുശീല. സുശീല അല്ല സാർ, ഓർത്ത് നോക്ക് ആരായിരിക്കും ഇത് തരാൻ സാധ്യത ഉള്ളത്. എന്നാ പിന്നെ എന്റെ പുതിയ അഞ്ജലി. അഞ്ജലി അഞ്ജലി തന്നതാ ഇത്. സാർ ഒന്നുകൂടെ ഒന്ന് മനസ്സിരുത്തി ആലോചിക്കും സാറേ, ആരായിരിക്കും ഇത് തന്നത്. സാറ് കല്യാണം കഴിച്ചിട്ടില്ലയോ? അപ്പൊ കല്യാണം കഴിച്ച കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ബന്ധത്തിലാരുണ്ട്? സുമതി. സുമതി സുമതി കല്യാണം കഴിഞ്ഞിട്ടുള്ള എന്റെ സെറ്റപ്പാ. സാർ, താങ്കളുടെ ഭാര്യ അറിയാവോ? എന്റെ ഭാര്യയോ? ഓള് സുഹറ. അതിപ്പോ താങ്കൾ ക്ലിയർ ആയില്ലേ? അവൾ അയച്ചതായിരുന്നു.
സാർ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. സാറിൻ്റെ ഉള്ളിലെ വിഷമം കാണുമ്പോൾ അറിയാം ഭാര്യയോടുള്ള സ്നേഹം. ചേച്ചി ഇപ്പോൾ കോളി വരും, വീഡിയോ കോളി വരും, വിളിച്ച് കാണിക്കാം. ഓക്കെ. ഹായ് ഇക്ക, നമ്മുടെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? ഇക്കയ്ക്ക് പെരുത്തിഷ്ടായോ? അനക്ക് എന്നോട് ഇത്രയ്ക്ക് മുഹബത്ത് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ ഇക്കയോടെ എനിക്ക് പെരുത്ത ഇഷ്ടമാ. പിന്നെ ആ വന്ന ചേട്ടന് ഒരു 5000 ദിറംസ് കൊടുത്തേക്കണേ. 5000 ദിറംസോ? അതിനാടി 5000 ദിറംസ്? എന്റെ പൊന്നിക്ക, നാട്ടിൽ ഇവിടെ തേരാപ്പാര വ്ലോഗും ഒക്കെ എടുത്ത് നടന്ന ഒരു ചേട്ടനെ വിസിറ്റിംഗ് വിസയും ടിക്കറ്റും എടുത്ത് കൊടുത്തിട്ടാ ഞാൻ അങ്ങോട്ട് വിട്ടത്. ആ ഗിഫ്റ്റ് തരാൻ വേണ്ടി, ഇക്കയ്ക്ക് സർപ്രൈസിന് ആ ഗിഫ്റ്റ് തരാൻ വേണ്ടിയാ ഞാൻ അങ്ങോട്ട് വിട്ടത്. ഓ എന്റെ പൊന്നു മൈലാഞ്ചി പെണ്ണേ, എനിക്കിവിടെ ആകെ കിട്ടുന്ന 2000 ദിറംസ്. ഇനി ഞാൻ ബാക്കി കടം മേടിച്ചിട്ട് ഇനി ഇവിടുന്ന് ഞാൻ തിരിച്ചു കയറ്റി വിടണോ ഇല്ലയോ? നീ വലിയൊരു മൈലാഞ്ചി മോള് തന്നെ. എന്റെ ഇക്കോട് പെരുത്തിഷ്ടം ആയിട്ടല്ലയോ ഞാനിതെല്ലാം അങ്ങ് ചെയ്തത്. തുറന്നു നോക്കിക്ക എന്റെ ഗിഫ്റ്റ്. ഇത് എന്തുവാടി ഇതിനകത്തിലൊക്കെ ഇരിക്കുന്നേ? ടൈഗർ പാമ്പ്, മുട്ടത്തൈലം, ഷുഗർ, പാൽപ്പൊടി, ഇതൊക്കെ എന്തിനാ എനിക്ക്? ഇക്കയുടെ ആരോഗ്യമാണ് എന്റെ ശക്തി. അല്ലെങ്കിലേ ഒരു കാര്യം ചെയ്യാം, ഇനി മോളെ എന്റെ ബർത്ത്ഡേ ആകുമ്പോൾ സർപ്രൈസ് എന്ന് ബുദ്ധിമുട്ടാനും നിൽക്കണ്ട. ഞാൻ എന്റെ പൈസക്ക് കയറി ഞാൻ അങ്ങ് വരാം. അതാ ലാഭം. കണ്ട മൈലാഞ്ചി മോറന്മാരെ ഒന്നും ഇവിടോട്ട് വിടണ്ട. അപ്പൊ ശരി ഇക്ക, വിളിക്കാവേ, ഇവിടെ കുറച്ച് പണിയുണ്ട്. ഇതൊക്കെ കണ്ട് നിങ്ങൾ പ്രചോദനമാണ്. ഇതുപോലെ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കാൻ നോക്കണം. ഉള്ള പൈസ കൊണ്ട് സഹായിക്കാൻ നോക്കണം. എനിക്ക് എന്ത് പറയണമെന്ന് പറയാൻ പറ്റുന്നില്ല. അച്ഛന് മരുന്ന് മേടിച്ചോണ്ട് വാടി. എന്റെ പൈസ ഒന്നും